ഫ്രീ വീഡിയോ ക്ലാസ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമസ്കാരം, ഞാൻ രഞ്ജിത്ത്. ടാലൻറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമായ ഗോവയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടും പഠിച്ചുകൊണ്ടും വരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട സംസ്ഥാനമായ ഗോവയെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. പ്രധാന സംസ്ഥാനമായ ഗോവയുടെ പ്രധാനപ്പെട്ട ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായി തൽക്കാലം മനസ്സിൽ വിചാരിക്കുക, പോര് വല്ലതും നടക്കണമെന്ന് വിചാരിക്കുക. പോര്, ഓക്കെ, ഇംഗ്ലീഷ് എഴുതുന്നുള്ളൂ. പോര്, ഓക്കെ, പോര് നടക്കുന്നു. എവിടെയെന്ന് വെച്ചാൽ IFFIയിൽ എന്ന് വിചാരിക്കുക. IFFIയിൽ, ഓക്കെ, പോര് നടക്കുന്നു IFFIയിൽ. ഓക്കെ, അപ്പം വിചാരിക്കുക ഇങ്ങനൊരു സംഭവം നടക്കുന്നു. എവിടെ? IFFIയിൽ. പോര്, പ്രശ്നം നടക്കുന്നു ചോദിച്ചാൽ തൽക്കാലം പോർ അങ്ങനെ ആലോചിച്ചാൽ പോറ് IFFIയിൽ നടക്കുന്നു. രണ്ടായി, ആദ്യം അവസാനം ഇടയ്ക്ക് 2 F എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, പോറ് IFFIയിൽ നടക്കുന്നുണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു നദിയിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഒരു റിവറിൽ, ഓക്കെ, ഒരു വാട്ടർഫാൾ ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. വെള്ളച്ചാട്ടം, ഓക്കെ, നദിയിലൊരു വാട്ടർഫാൾ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അവിടെ ഒരു ലൈഫ് ഉണ്ടായി എന്ന് വിചാരിച്ചാൽ മതി. ജീവിതവും അല്ലെങ്കിൽ ജീവൻ ഉണ്ടായെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പോറ്, IFFI, റിവർ, വാട്ടർഫാള്, ലൈഫ്, 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ഒന്നും കൂടെ നോക്കാം. പോറ്, IFFI, റിവർ, വാട്ടർഫാള്, ലൈഫ്, 5 പ്രധാന കാര്യങ്ങൾ. ഓക്കെ, ഒന്നാമത്തെ നമുക്കറിയാം എന്തായിരുന്നു? പോർ. ഓക്കെ, ഒന്നാമത്തത് പോർ, രണ്ടാമത്തത് IFFI. ഓക്കെ, മൂന്നാമത്തത് റിവർ. ഓക്കെ, അടുത്തത് റിവർ കഴിഞ്ഞ് ഒരു വാട്ടർഫാള്. ഓക്കെ, വാട്ടർഫാൾ കഴിഞ്ഞ് അടുത്തത് ഒരു ലൈഫ്. അപ്പം വിചാരിക്കുക, ഒന്നാമത്തെ നമ്മൾ എന്തെഴുതി? പോർ. ഓക്കെ, പോർ വോറിം എന്ന് പഠിക്കുക. പോർ വോറിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ, ഗോവയുടെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ഓഫ് ഗോവ. ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ഓഫ് ഗോവ, പോർ വോറിം. അപ്പോൾ പോർ വോറിമാണ്. ക്യാപിറ്റൽ അല്ല, ക്യാപിറ്റൽ അറിയാം പനാജിയാണെന്ന്. ഇതെന്താണ്? ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ഓഫ് ഗോവ ഇസ് നോൺ ആസ് പോർ വോറിം. പോർ വോറിം എന്നറിയപ്പെടുന്നു ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ. ഓക്കെ, ഒന്നാമത്തെ കാര്യം കിട്ടി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തത് എന്താണ്? IFFI. ഓക്കെ, അപ്പം വിചാരിക്കുക ഇന്റർനാഷണൽ. ഓക്കെ, ഒന്നാമത്തെ കിട്ടിയായി. എന്താണ്? ഇന്റർനാഷണൽ ഫിലിം. ഫിലിം. ഓക്കെ, ഫെസ്റ്റിവൽ. അടുത്ത F, ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ. ഓക്കെ, ഈ ഐയും കിട്ടി. എന്താണ്? ഇന്ത്യ. അപ്പോൾ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, IFFIയുടെ പെർമനന്റ് വെന്യൂ, പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള സ്ഥിരം വേദിയാണ് ഗോവയിലെ ക്യാപിറ്റലായ പനാജി. ഓക്കെ, ഇടയ്ക്ക് നമ്മൾ വാർത്തകളിലൊക്കെ വായിക്കും IFFI ഇന്ത്യയിൽ നടക്കുന്നു, പ്രധാനപ്പെട്ട വേദിയാണ് പനാജി അല്ലെങ്കിൽ ഗോവയിൽ നടക്കുന്നു കേൾക്കാം. അപ്പോൾ ആലോചിക്കുക, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, അതിൻ്റെ പെർമനന്റ് വെന്യൂ, പ്രധാനപ്പെട്ട വേദി അല്ലെങ്കിൽ സ്ഥിരം വേദിയാണ് ഗോവയിലെ ക്യാപിറ്റലായ പനാജിയിൽ സ്ഥിതി ചെയ്യുന്നു അല്ലെങ്കിൽ പനാജിയിൽ നടക്കുന്നു. ഓക്കെയാണ്. 2 കാര്യങ്ങൾ. ഒന്ന് ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ പോർ വോറിം, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ നടക്കുന്നത്, അത് സ്ഥിരം പെർമനന്റ് വെന്യൂ ആണ്, ഇത് പനാജി. ആൻഡ് നെക്സ്റ്റ് വൺ, റിവർ. പ്രധാനപ്പെട്ട ഒരു നദി നമ്മൾ പറഞ്ഞു, ഏതാണ്? മണ്ടോവി റിവർ. ആ റിവറിനാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട നദി മണ്ടോവി. അതുകൊണ്ട് അടുത്തത് വാട്ടർഫാൾ. ഈ മണ്ടോവി റിവറിൽ കാണപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് ദൂദ് സാഗർ. എന്താണ്? ദൂദ് സാഗർ വാട്ടർഫാൾ, ഇമ്പോർട്ടൻറ്റ് വാട്ടർഫാൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് ഇത്, ദൂദ് സാഗർ. അപ്പോൾ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമായ ദൂദ് സാഗർ കാണപ്പെടുന്ന റിവറാണ് മണ്ടോവി. അപ്പോൾ ആ മണ്ടോവി റിവർ ഗോവ സംസ്ഥാനത്തിന്. അപ്പോൾ ദൂദ് സാഗർ വെള്ളച്ചാട്ടം കാണപ്പെടുന്നത് ഗോവ സംസ്ഥാനത്തിൽ, നദി മണ്ടോവി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഈ കാര്യത്തിൽ ഏതൊക്കെ? റിവർ, വാട്ടർഫാൾ, മൂന്നാമത്തെ ബോക്സ് അല്ലെങ്കിൽ 5ാമത്തെ ബോക്സ്, അവസാനത്തെ ബോക്സ് എന്തായിരുന്നു എഴുതുന്നത്? ലൈഫ്. അതുകൊണ്ട് ലൈഫ് ലൈൻ റിവർ ഓഫ് ഗോവ, ഗോവയുടെ ലൈഫ് ലൈൻ റിവറാണ് ഏത്? മണ്ടോവി. ജീവരേഖ എന്നറിയപ്പെടുന്ന നദി, ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് മണ്ടോവി. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഒന്നാമതായി പറഞ്ഞത് എന്താണ്? ഒന്നാമത്തെ ബോക്സ് പോർ. അപ്പോൾ പോർ വോറിം, ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ഓഫ് ഗോവ, ഗോവയുടെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റലാണ് പോർ വോറിം. രണ്ടാമത് നമ്മൾ പറഞ്ഞു നിർത്തി, പോർ വോറിം കഴിഞ്ഞ് IFFI, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, അതിൻ്റെ പെർമനന്റ് വെന്യൂ, സ്ഥിരം വേദിയാണ് പനാജി, ഗോവയിലെ പനാജി.
അത് കഴിഞ്ഞ് നെക്സ്റ്റ് പറഞ്ഞു നിർത്തി റിവർ. പ്രധാനപ്പെട്ട ഗോവയിൽ ഒരു നദിയാണ് മണ്ടോവി റിവർ. അതുകൊണ്ട് നമ്മൾ അടുത്ത പറഞ്ഞു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ വെള്ളച്ചാട്ടം കാണപ്പെടുന്നു. ഏത് വെള്ളച്ചാട്ടം? ദൂദ്സാഗർ. അപ്പോൾ ദൂദ്സാഗർ വെള്ളച്ചാട്ടം കാണപ്പെടുന്ന നദിയാണ് റിവർ മണ്ടോവി. അടുത്തത് പറഞ്ഞു ഈ മണ്ടോവി റിവറാണ് ലൈഫ് ലൈൻ റിവർ ഓഫ് ഗോവ. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് മണ്ടോവി. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടിയിരിക്കുന്നു. അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം, ഓക്കെ, ഒരു കടലുണ്ടെന്ന് വിചാരിക്കുക, ഓഷ്യൻ. ഓക്കെ, എന്നാൽ കടൽ. നേരത്തെ റിവറൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പം എന്താണ്? ഓഷ്യൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓഷ്യനിൽ കൂടെ ആര് പോയി? ഗാമ പോയെന്ന് വിചാരിക്കുക. ഓഷ്യനിൽ കൂടെ ഗാമ പോയെന്ന് വിചാരിക്കുക. ഓക്കെ, ആര്? വാസ്കോഡ ഗാമയാണ് ഉദ്ദേശിച്ചെന്ന് വിചാരിച്ചത്. അപ്പോൾ ഓഷ്യനിൽ കൂടി ഗാമ പോയെന്ന് വിചാരിക്കുക. ഓക്കെ, ഓഷ്യനിൽ കൂടി ഗാമ പോയി. രണ്ട് കാര്യങ്ങൾ, ഓഷ്യനായി ഗാമ പോയി. അപ്പോൾ ഓഷ്യനിൽ കൂടെ ഗാമ പോയപ്പോൾ ബീച്ച് കണ്ടെന്ന് വിചാരിച്ചാൽ മതി. എന്ത് കണ്ടു? ബീച്ച് കണ്ട്. ഓക്കെ, ബീച്ചിൻ്റെ അടുത്ത് ബീച്ച് കണ്ടപ്പോൾ അവിടെ ഒരു ഫിഷറീസ് എന്തെങ്കിലും കണ്ടെന്ന് വിചാരിച്ചാൽ, ഫിഷിനെ കണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഓഷ്യനിൽ കൂടി ഗാമ പോയപ്പോഴത്തേക്ക് ബീച്ച് കണ്ട് ഫിഷും കണ്ട്. പക്ഷെ എങ്ങനെ പോയെന്ന് അവസാനം ആലോചിക്കണം. റെയിലിൽ കൂടെ പോയെന്ന് വിചാരിച്ചത്, റെയിൽവേ അല്ലേ? റെയിലിൽ കൂടെ വിചാരിക്കുക. എന്താണ്? റെയിലിൽ കൂടെ പോയെന്ന് വിചാരിക്കുക, റെയിൽവേ കൂടെ പോയെന്ന് വിചാരിക്കുക. അപ്പോൾ ഓഷ്യനിൽ കൂടി ഗാമ പോയി. പക്ഷെ അപ്പം പോയ സമയത്ത് ബീച്ചും കണ്ട് ഫിഷും കണ്ട്. പോയത് റെയിലിൽ കൂടെ, കടലിൽ പക്ഷെ ട്രെയിനിൽ കൂടെ പോയെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഓഷ്യൻ, ഗാമ, ബീച്ച്, ഫിഷ്, റെയിൽ, പ്രധാനപ്പെട്ട അടുത്ത 5 കാര്യങ്ങൾ. അപ്പോൾ ആലോചിക്കുക, ഓഷ്യൻ, ഗാമ, ബീച്ച്, ഫിഷ്, റെയിൽ. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിത് മായ്ക്കാൻ പോവുകയാണ്. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞു? ഓഷ്യൻ, ഗാമ, എന്നിട്ട് എന്ത് പറഞ്ഞു? ഓഷ്യനും ഗാമയും പറഞ്ഞു. അത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം നമുക്ക് തുടങ്ങാം. ഓഷ്യനും ഗാമയും പറഞ്ഞാണ് ആദ്യം നമ്മൾ നിർത്തിയത്. അങ്ങനെയാണെങ്കിൽ നാഷണൽ എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ പറഞ്ഞു. ഓഷ്യാനോഗ്രാഫി. എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി സ്ഥിതി ചെയ്യുന്നത് പനാജിയിൽ. എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി സ്ഥിതി ചെയ്യുന്നതും പനാജിയിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പനാജിയിൽ. ഓക്കെയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി സ്ഥിതി ചെയ്യുന്നത് പനാജിയിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അടുത്തത്, ഓഷ്യൻ വഴി ആര് പോയി? ഗാമ. വാസ്കോഡ ഗാമ. അപ്പോൾ വാസ്കോഡ ഗാമ എന്ന് പേരുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിൽ. അപ്പോൾ ദ സിറ്റി നെയിം ഓഫ് വാസ്കോഡ ഗാമ സിറ്റുവേറ്റഡ് ഇൻ ഗോവ. ഗോവയിൽ സ്ഥിതി ചെയ്യുന്നു. ഏതാണ്? വാസ്കോഡ ഗാമ എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ലാർജസ്റ്റ് സിറ്റിയാണ് എവിടത്തെ? ഗോവയിലെ ഏറ്റവും വലിയ നഗരമാണ് വാസ്കോഡ ഗാമ. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളായി. വാസ്കോഡ ഗാമ സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഗോവയിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് സിറ്റി അല്ലെങ്കിൽ ലാർജസ്റ്റ് സിറ്റി ഇൻ ഗോവ വാസ്കോഡ ഗാമ. ഇനി ഈ വാസ്കോഡ ഗാമ സ്ഥിതി ചെയ്യുന്നത് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ. ഏത് നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നദി നേരത്തെ പഠിച്ച വേറൊരു നദി. ഏതാണ്? സുവാരി നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പട്ടണം അല്ലെങ്കിൽ നഗരം വാസ്കോഡ ഗാമ സുവാരി നദിക്കരയിൽ അല്ലെങ്കിൽ നദിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് സിറ്റി, ഗോവയിലെ ഏറ്റവും വലിയ നഗരമാണ് ഏത്? വാസ്കോഡ ഗാമ. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു നിർത്തി. ഒന്ന്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി സ്ഥിതി ചെയ്യുന്നത് പനാജിയിൽ. രണ്ടാമത്തെ കാര്യം പ്രധാനമായിട്ടും പറഞ്ഞു നിർത്തി അല്ലെങ്കിൽ പഠിച്ചു നിർത്തിയ കാര്യമാണ്. എന്ത് പഠിച്ചു നിർത്തി? വാസ്കോഡ ഗാമ എന്ന നഗരം, സിറ്റി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. അത് സുവാരി നദിക്കരയിൽ, ബാങ്ക്സ് ഓൺ ദ റിവർ സുവാരിയിൽ സ്ഥിതി ചെയ്യുന്നു. സുവാരി നദിക്കരയിൽ. അങ്ങനെയാണെങ്കിൽ അടുത്ത പറഞ്ഞു ലാർജസ്റ്റ് സിറ്റി ഇൻ ഗോവ. ഗോവയിലെ ഏറ്റവും വലിയ നഗരമാണ് ഏത്? സുവാരി. അപ്പോൾ ഏറ്റവും വലിയ നഗരം സുവാരി. അടുത്തത് നമുക്കറിയാം, ഒന്നാമത്തത് ഓഷ്യൻ, അടുത്തത് ഗാമ. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു നിർത്തി, ഓഷ്യനും ഗാമയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പുള്ളി എന്തൊക്കെ കണ്ടു എന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ പുള്ളി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബീച്ച് അല്ലേ? ബീച്ചും പിന്നെ ഫിഷും കണ്ടു. അപ്പം വിചാരിക്കുക, ബീച്ച് ടൂറിസം. ഏതാണ്? ബീച്ച് ടൂറിസം. പ്രധാനപ്പെട്ട ടൂറിസമാണ് അവരുടെ എന്ത്? ബീച്ച് ടൂറിസമാണ് പ്രധാനപ്പെട്ട ടൂറിസം. അപ്പോൾ ഗോവ സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ടൂറിസമാണ് എന്ത്? ബീച്ച് ടൂറിസം. അപ്പോൾ ബീച്ച് ടൂറിസം നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ടൂറിസമായ ബീച്ച് ടൂറിസം ഏറ്റവും കൂടുതലുള്ളത് ഗോവയിൽ. അപ്പോൾ പ്രധാനപ്പെട്ട ബീച്ച് ടൂറിസമാണ് എവിടെയുള്ളത്? ഗോവയിൽ. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഫിഷ് അല്ലേ? അടുത്തത് ഫിഷ്. എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഷറീസ്. എന്താണ്? ഫിഷറീസ്. മത്സ്യബന്ധനം. മെയിൻ ഇൻഡസ്ട്രി, വ്യവസായം. ഓക്കെ, മെയിൻ
ഇൻഡസ്ട്രി, ഗോവയിലെ പ്രധാന മെയിൻ ഇൻഡസ്ട്രിയാണ്, വ്യവസായമാണ് എന്ത്, ഫിഷറീസ്. അപ്പോൾ മെയിൻ ഇൻഡസ്ട്രി ഇൻ ഗോവ, ഗോവയിലെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി വ്യവസായമാണ് എന്ത്, ഫിഷറീസ്. അപ്പം വളരെ പ്രധാനപ്പെട്ട അടുത്ത കാര്യം നമ്മുടെ കയ്യിൽ കിട്ടി. ഗോവയുടെ പ്രധാന ഇൻഡസ്ട്രിയാണ് എന്ത്, വ്യവസായമാണ് എന്ത്, ഈ ഫിഷറീസ്. ഓക്കെയാണ്. അപ്പോൾ അടുത്തത് ഇനി ഒരു പ്രധാന കാര്യം എവിടെ കൂടെ പോയി എന്ന് പറഞ്ഞു, റെയിൽ അല്ലേ. നമുക്കറിയാം കൊങ്കൺ റെയിൽവേ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് കൊങ്കൺ റെയിൽവേ? കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഏത്, ഗോവ. അപ്പൊ കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്ന ഒരു സംസ്ഥാനമാണ് ഗോവ. ഓക്കെയാണ്. ഈ കൊങ്കൺ റെയിൽവേ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാം. വെസ്റ്റേൺ ഹട്ട്സ്, പശ്ചിമഘട്ടവും കൂടെ കടന്നു പോകുന്നു ഏത് സംസ്ഥാനത്തില്, ഇവിടെ നമ്മൾ പഠിക്കുക. വെസ്റ്റേൺ ഹട്ട്സ് പശ്ചിമഘട്ടവും കടന്നു പോകുന്നു ഏത് ഇന്ത്യൻ സംസ്ഥാനം, ഗോവ. നമ്മൾ ഉൾപ്പെടുന്ന സംസ്ഥാനം, കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനത്തിൽ കൂടി പശ്ചിമഘട്ടം വെസ്റ്റേൺ ഹട്ട്സ് കടന്നു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വെസ്റ്റേൺ ഹട്ട്സ് കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം കൂടിയാണ് ഏത്, ഗോവ. അപ്പോൾ പ്രധാനപ്പെട്ട ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി സ്ഥിതി ചെയ്യുന്നു ഗോവയിൽ. രണ്ടാമത് പറഞ്ഞ് നിർത്തിയ പ്രധാനപ്പെട്ട കാര്യം വാസ്കോഡ ഗാമ എന്ന നഗരമാണ് എവിടെ സ്ഥിതി ചെയ്യുന്നത്, ഗോവയിൽ സ്ഥിതി ചെയ്യുന്നത്. അതിലെ ഏറ്റവും വലിയ നഗരം, ലാർജസ്റ്റ് സിറ്റി ഇൻ ഗോവ, ഗോവയിലെ ഏറ്റവും വലിയ നഗരമാണ് വാസ്കോഡ ഗാമ. സ്ഥിതി ചെയ്യുന്നത് സുവാരി നദിക്കരയിലാണ്, ബാങ്ക്സ് ഓൺ ദ റിവർ സുവാരി, ഏത്, വാസ്കോഡ ഗാമ. അത് കഴിഞ്ഞ് പറഞ്ഞു എന്താണ്, ബീച്ച് ടൂറിസമാണ് പ്രധാന ടൂറിസം, എവിടത്തത്, ഗോവ സംസ്ഥാനത്തിൻ്റെത്. അത് കഴിഞ്ഞ് പറഞ്ഞു ഫിഷറീസ് മെയിൻ ഇൻഡസ്ട്രി, പ്രധാന വ്യവസായമാണ് ഗോവയിൽ എന്ത്, ഫിഷറീസ്, മത്സ്യബന്ധനം. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം ഫിഷറീസ് കഴിഞ്ഞിട്ട് റെയിൽവേ, എന്താണ്, കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഏത്, ഗോവ. അടുത്തത് പറഞ്ഞു വെസ്റ്റേൺ ഹട്ട്സ്, പശ്ചിമഘട്ടം കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം കൂടിയാണ് ഏത്, ഗോവ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചു വയ്ക്കുക. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യം വിചാരിക്കുക. നമുക്ക് എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇങ്ങനെ വിചാരിക്കുക, എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടിന് വേണ്ടി, സീ പോർട്ടിന് വേണ്ടി എടുത്തെന്ന് തൽക്കാലം വിചാരിക്കുക. സീ പോർട്ടിന് വേണ്ടി എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു നദി അടുത്തൂടെ പോയി എന്ന് വിചാരിക്കുക. സീ പോർട്ടിന് വേണ്ടി എടുത്തപ്പോഴത്തേക്ക് ഒരു നദിയുണ്ട്. സീ പോർട്ടിൽ എന്തുണ്ട്, ഒരു റിവറിനകത്തായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ കടലിനകത്ത്, എന്തെങ്കിലും വിചാരിച്ചാൽ മതി, കുഴപ്പമില്ല. തൽക്കാലം ഓർമ്മിക്കാൻ പറ്റുന്ന രീതിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. സീ പോർട്ട്, റിവർ. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ്, സീ പോർട്ട്, റിവർ. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഈ റിവർ കഴിഞ്ഞിട്ട് ഒരു മഹാദേവനെ കണ്ടെന്നോ, മഹാദേവ് എന്നല്ല ആലോചിച്ചാൽ മതി. ഓക്കെ, മഹാദേവ്. ഇനി അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കേണ്ട, തൽക്കാലം അത് ബുദ്ധിമുട്ടാണെങ്കിൽ മഹാദേവ് വേണ്ട. തൽക്കാലം നിങ്ങളൊരു കാര്യം ആലോചിക്കുക, എന്താണ്, വന്യജീവി സങ്കേതം എന്തെങ്കിലും ആലോചിച്ചാൽ മതി, വന്യജീവി. ഓക്കെ, റിവറിൻ്റെ അവിടെ ഒരു വന്യജീവി നിൽക്കാമെന്ന് വിചാരിച്ചാലും മതി. തൽക്കാലം അങ്ങനെ പോകാം നമുക്ക്. ഹെൽത്ത് ഇൻഷുറൻസ്, സീ പോർട്ട്, റിവർ, വന്യജീവി, ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുക. എന്തൊക്കെയായി, ഹെൽത്ത് ഇൻഷുറൻസ്, സീ പോർട്ട്, റിവർ, വന്യജീവി. ഓക്കെയാണ്. 4 കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് ഹെൽത്ത് ഇൻഷുറൻസ്, രണ്ടാമത്തത് സീ പോർട്ട്, മൂന്നാമത്തത് റിവർ, നാലാമത്തത് വന്യജീവി. ഓക്കെയാണ്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്, ഹെൽത്ത് ഇൻഷുറൻസ്. ഓക്കെയാണ്. ഫസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി, ഇന്ത്യയിൽ ആദ്യമായി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇംപ്ലിമെന്റ് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം, നിലവിൽ കൊണ്ടുവന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കൂടിയാണ് ഏത്, ഗോവ. അപ്പോൾ ഫസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഈസ് ഇംപ്ലിമെന്റഡ് ഇൻ ഗോവ. ഗോവയിലാണ് ആദ്യത്തെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇംപ്ലിമെന്റ് ചെയ്ത സംസ്ഥാനം കൂടിയാണ് ഏത്, ഗോവ. അപ്പോൾ ഫസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി, ഒന്നാമത്തെ കാര്യം കിട്ടി. ഫസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇംപ്ലിമെന്റ് ചെയ്തതാണ് ഏത്, ഗോവയിൽ. രണ്ടാമത്തെ സീ പോർട്ട്, ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ, മേജർ സീ പോർട്ട്, പ്രധാന തുറമുഖങ്ങളിൽ ഒരു തുറമുഖം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവ. അതുകൊണ്ട് ആ സംസ്ഥാനത്തിന്റെ തുറമുഖം സീ പോർട്ടാണ് മർമഗോവ. എന്താണ്, മർമഗോവ സീ പോർട്ട്, മേജർ സീ പോർട്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവ. അപ്പൊ മർമഗോവ സീ പോർട്ട്, പ്രധാനപ്പെട്ട തുറമുഖമായ മർമഗോവ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം കൂടിയാണ് ഏത്, ഗോവ. അങ്ങനെ പഠിക്കുമ്പോൾ പഠിക്കുക. അടുത്ത് എന്ത് പറഞ്ഞു, റിവർ. ഇത് ഏത് നദിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവാരി. ഏതാണ്, സുവാരി. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച 2 നദികളാണ് മണ്ഡോവിയും സുവാരിയും. അങ്ങനെയാണെങ്കിൽ മണ്ഡോവി നദിയിലാണ് ദൂസാഗർ വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, മണ്ഡോവി ലൈഫ് ലൈൻ റിവർ ഓഫ് ഗോവ, ഗോവയുടെ ലൈഫ് ലൈൻ റിവർ ആണ് മണ്ഡോവി, ജീവരേഖ. അങ്ങനെയാണെങ്കിൽ സുവാരി നദിയിൽ ആദ്യം പഠിച്ചു ഏറ്റവും വലിയ നഗരം ഗോവയിലെ വാസ്കോഡ ഗാമ, അത് സ്ഥിതി ചെയ്യുന്നത് സുവാരി നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നു മർമഗോവ സീ പോർട്ട്, മർമഗോവ സീ പോർട്ട്, മേജർ സീ പോർട്ട്സ്, അത് സ്ഥിതി ചെയ്യുന്നത് മർമഗോവ എവിടെയാണ്, ഗോവയിൽ തന്നെ, പേരിപ്പോൾ തന്നെ മർമഗോവ ഗോവയിലാണ്, സുവാരി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി ഈ മർമഗോവ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ തുറമുഖത്തിനും ഓരോ പ്രത്യേകത കാണും, എന്തെങ്കിലും ഒരു പ്രത്യേകത കാണും. അങ്ങനെയാണെങ്കിൽ ഈ തുറമുഖത്തിന്റെ പ്രത്യേകത ലാർജ് എന്താണ്, അല്ലെങ്കിൽ ലാർജസ്റ്റ് എക്സ്പോർട്ടിങ്
ലാർജസ്റ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, കയറ്റുമതി ചെയ്യുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയൺ ഓർ. എന്താണ്? അയൺ ഓർ. ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാന തുറമുഖമാണ് മർമഗോവ. അപ്പോൾ ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാന തുറമുഖമാണ് ഏത്? മർമഗോവ. അപ്പം മർമഗോവ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവ. സ്ഥിതി ചെയ്യുന്ന നദി സുവാരി. ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ, അയൺ ഓർ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓക്കെ, റിവറും ആയി ഗോവ. അടുത്തെന്താണ്? വന്യജീവി സങ്കേതം. ഓക്കെ, തൽക്കാലം മഹാവീർ എന്ന് പഠിക്കുക. മഹാവീർ എന്താണ്? മഹാവീർ വന്യജീവി സങ്കേതം. ഭഗവാൻ ഇട്ടോ, ഭഗവാൻ മഹാവീർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. മഹാവീർ എന്താണ്? ഭഗവാൻ മഹാവീർ വൈൽഡ് ലൈഫ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, കിട്ടും. ഭഗവാൻ മഹാവീർ വൈൽഡ് ലൈഫ് സാങ്ച്വറി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നമ്മൾ പഠിച്ചു നിർത്തി. ഒന്നാമതായി നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അല്ലെങ്കിൽ സിസ്റ്റം ആദ്യമായി നിലവിൽ കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവ. രണ്ടാമത് പറഞ്ഞു നിർത്തിയ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ അടുത്തതിൽ എഴുതി നിർത്തിയ പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രധാനപ്പെട്ട സീ പോർട്ട് തുറമുഖമാണ് മർമഗോവ. സ്ഥിതി ചെയ്യുന്നത് സുവാരി നദിയിൽ. അടുത്തത് നമുക്കറിയാം, സുവാരി നദിയിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ട് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു നിർത്തി. എന്താണ്? ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഏത് തുറമുഖം വഴി? മർമഗോവ തുറമുഖം വഴി ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് അയൺ ഓർ ഇരുമ്പയിരാണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഭഗവാൻ മഹാവീർ. എന്താണ്? ഭഗവാൻ മഹാവീർ. ഓക്കെ, ഭഗവാൻ മഹാവീർ വൈൽഡ് ലൈഫ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ സംസ്ഥാനമായ ഗോവയിലാണ്. ഭഗവാൻ മഹാവീർ വൈൽഡ് ലൈഫ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭഗവാൻ മഹാവീർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പഠിക്കേണ്ടത്, ഓരോ സംസ്ഥാനത്തിനും ഓരോ ഡൈനാസ്റ്റി ഉണ്ടാവും. ഓക്കെ, തൽക്കാലം കടമ്പ ഡൈനാസ്റ്റി പഠിക്കുക. കടമ്പ ഡൈനാസ്റ്റി. കടമ്പ കടന്നു, ട്രാൻസ്പോർട്ട് വഴി എന്ന് വിചാരിക്കുക. കടമ്പ വഴി എങ്ങനെ പോയി? ട്രാൻസ്പോർട്ട്. കടമ്പ കടന്നു, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ കടമ്പ, ഒരു കടമ്പ ഉണ്ടായിരുന്നു, കടന്നു. ഓക്കെ, കടമ്പ എങ്ങനെ കടന്നു? ട്രാൻസ്പോർട്ട് വഴി എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ പൈലറ്റ് ഉണ്ടായിരുന്നു വിചാരിക്കുക. അവിടെ എന്തുണ്ടായിരുന്നു? പൈലറ്റ്. എന്തുണ്ടായിരുന്നു? പൈലറ്റ്. ഓക്കെ, പൈലറ്റ് വന്നിട്ട് എന്ത് ചെയ്തു? അച്ചടിച്ചു എന്ന് വിചാരിച്ചാൽ മതി. പൈലറ്റ് ഒന്ന് അച്ചടിച്ചു, പൈലറ്റ് അച്ചടിച്ചു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കടമ്പ ട്രാൻസ്പോർട്ട് വഴി കടന്നപ്പോഴത്തേക്ക് പൈലറ്റ് ഒന്ന് അച്ചടിച്ചു. അപ്പം വിചാരിക്കുക, ഒരു രോഗം നമുക്കറിയാം, സാർസ്. ഏതാണ്? സാർസ്. ഓക്കെ, ഒരു രോഗമാണ് എന്ത്? സാർസ്. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി, കടമ്പ ട്രാൻസ്പോർട്ട്, കടമ്പ കടന്നു എങ്ങനെ? ട്രാൻസ്പോർട്ട് വഴി. അടുത്തത് പൈലറ്റ് അച്ചടിച്ചു എന്ന് വിചാരിച്ചാൽ മതി. പൈലറ്റ് അടിച്ചു എന്ന് എന്തുകൊണ്ടെങ്കിലും വിചാരിക്കാം. അടുത്തത് സാർസ്, ഒരു പ്രധാനപ്പെട്ട രോഗമാണ് എന്ത്? സാർസ്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഒന്നാമത്തത് കടമ്പ, രണ്ടാമത്തത് ട്രാൻസ്പോർട്ട്, മൂന്നാമത്തത് പൈലറ്റ്, നാലാമത്തത് അച്ചടിച്ചു, അഞ്ചാമത്തത് സാർസ്. ഒന്നും കൂടെ, ഒന്നാമത്തെ പ്രധാനമായിട്ട് എഴുതിയിട്ട ബോക്സാണ് കടമ്പ, രണ്ടാമത്തത് ട്രാൻസ്പോർട്ട്, മൂന്നാമത്തത് പൈലറ്റ്, നാലാമത്തത് അച്ചടിച്ചു, അഞ്ചാമത്തത് സാർസ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം. എന്താണ്? കടമ്പ. നേരത്തെ പറഞ്ഞതുപോലെ കടമ്പ ഡൈനാസ്റ്റി, കടമ്പ സാമ്രാജ്യം. ഓരോ സംസ്ഥാനത്തിലെയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡൈനാസ്റ്റികൾ. അപ്പോൾ കടമ്പ ഡൈനാസ്റ്റി പഠിച്ചു വയ്ക്കുക. ഓക്കെ, കടമ്പ ഡൈനാസ്റ്റി. ഓക്കെ, കടമ്പ ഡൈനാസ്റ്റി എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട എവിടത്തെ സാമ്രാജ്യം? ഗോവയിലെ സാമ്രാജ്യമാണ് കടമ്പ ഡൈനാസ്റ്റി. ഒന്നാമത്തെ കാര്യം, കാരണം എപ്പോഴും എക്സാം ഹോളിൽ ചോദിക്കാറുണ്ട്. ഇടയ്ക്കൊരു എക്സാം ഉണ്ടായിരുന്നു, അഹോം ഡൈനാസ്റ്റി, അസമിൽ സ്ഥിതി ചെയ്യുന്ന ഡൈനാസ്റ്റി. ഏകദേശം 600 വർഷം അസം ഭരിച്ച ഡൈനാസ്റ്റിയാണ് അഹോം ഡൈനാസ്റ്റി. 1228 അഹോം ഡൈനാസ്റ്റി സ്ഥാപിച്ചു. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഹോം ഡൈനാസ്റ്റി ഏത് സംസ്ഥാനത്തിൻ്റെ സാമ്രാജ്യമായിരുന്നു എന്ന്. ഏതായിരുന്നു? അസം. അങ്ങനെയാണെങ്കിൽ എല്ലാ ഡൈനാസ്റ്റികളും പഠിക്കേണ്ടിയിരിക്കുന്നു, വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ കടമ്പ ഡൈനാസ്റ്റി, പ്രധാനപ്പെട്ട ഡൈനാസ്റ്റിയായ കടമ്പ സ്ഥിതി ചെയ്തിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? ഗോവ. അങ്ങനെയാണെങ്കിൽ അടുത്ത ട്രാൻസ്പോർട്ട്, അവിടുത്തെ ട്രാൻസ്പോർട്ടിൻ്റെ പേരും എന്താണ്? കടമ്പ ട്രാൻസ്പോർട്ട്. ഓക്കെ, കടമ്പ ട്രാൻസ്പോർട്ട്. കടമ്പ ട്രാൻസ്പോർട്ട് സ്ഥിതി ചെയ്തിരുന്ന ഇന്ത്യൻ സംസ്ഥാനം, അല്ലെങ്കിൽ ഇപ്പം നടക്കുന്നു കടമ്പ ട്രാൻസ്പോർട്ട്. നമുക്കിവിടെ KSRTC ഒക്കെ ഉള്ളതുപോലെ കടമ്പ ട്രാൻസ്പോർട്ട് എവിടെയുണ്ട്? ഗോവ സംസ്ഥാനത്തിൽ. ഈ കടമ്പ എന്ന് പറയുന്നത് ഗോവയിലെ പ്രധാനപ്പെട്ട ഡൈനാസ്റ്റി, ഗോവയിലെ പ്രധാനപ്പെട്ട സാമ്രാജ്യമായിരുന്നു എന്ത്? കടമ്പ സാമ്രാജ്യം, കടമ്പ ഡൈനാസ്റ്റി. അങ്ങനെയാണെങ്കിൽ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, എന്തൊക്കെ എഴുതി വെച്ചു? ആദ്യം കടമ്പ, പിന്നെ ട്രാൻസ്പോർട്ട് എഴുതി വെച്ചു, പിന്നെ പൈലറ്റ്, 2 വീലർ ടാക്സി സർവീസ്, 2 വീലർ ടാക്സി സർവീസ് ഒബ്സർവ്ഡ് ഇൻ ഗോവ. ഗോവയിലെ 2 വീലർ ടാക്സി സർവീസ്. ഈ 2 വീലർ
ടാക്സി സർവീസിനെ പറയുന്ന പേരാണെന്ത്? പൈലറ്റ്സ്. എന്താണ്? പൈലറ്റ്സ്. അപ്പോൾ ഗോവയിലെ 2 വീലർ ടാക്സി സർവീസ് അതിനെ പറയുന്ന പേരാണ് പൈലറ്റ്സ്. അപ്പോൾ പൈലറ്റ്സ് എന്ന പേരിലൊരു 2 വീലർ ടാക്സി സർവീസ് ഉള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? ഗോവ. വളരെ ഇമ്പോർട്ടൻറ്റ്. പൈലറ്റ്സ് എന്നുള്ള പേരിലൊരു 2 വീലർ ടാക്സി സർവീസ് ഉള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? ഗോവ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗോവയെക്കുറിച്ച്. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് നോക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പൈലറ്റ് കഴിഞ്ഞ് എന്ത് എഴുതിയിട്ടു? അച്ചടിച്ചു. പ്രിന്റിംഗ് പ്രസ്. ആദ്യത്തെ അച്ചടിശാല നിലയിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം. പ്രിന്റിംഗ് പ്രസ്. ആദ്യത്തെ അച്ചടിശാല നിലയിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? ഗോവ. വർഷം ചോദിച്ചാൽ 1556 ഇന്ത്യയിൽ ആദ്യമായി ഗോവ സംസ്ഥാനത്ത് അച്ചടി മെഷീൻ അല്ലെങ്കിൽ അച്ചടിശാല നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? ഗോവ. അപ്പോൾ 1556 ഗോവയിൽ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് അച്ചടിശാല നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? ഗോവ. അപ്പോൾ ഫസ്റ്റ് അച്ചടിശാല നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവ. ഓക്കെയാണ്. അടുത്തത് സാർസ്. നമുക്കറിയാം ഈ സാർസ് വളരെ മാരകമായിട്ടുള്ള ഒരു രോഗമാണ് ഏത്? സാർസ്. ഫസ്റ്റ് കേസ് ഓഫ് സാർസ് റിപ്പോർട്ടഡ് ഇൻ ഗോവ. ആദ്യത്തെ സാർസ് രോഗം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? ഗോവ. അപ്പോൾ ഫസ്റ്റ് കേസ് ഓഫ് സാർസ്, ആദ്യത്തെ സാർസ് രോഗം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഗോവ. വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഫസ്റ്റ് കേസ് ഓഫ് സാർസ് റിപ്പോർട്ടഡ് ഇൻ ഗോവ. ഗോവയിലാണ് ആദ്യമായി സാർസ് രോഗം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ സാർസ് രോഗം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? ഗോവ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അത് പഠിച്ചു വെച്ചാണ്. സാർസ് രോഗം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. അടുത്തത് ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു ഗോവ സംസ്ഥാനത്തിൽ. 1843 ഈ വർഷം ഓർമ്മിച്ചോണം. 1843 1843. 18 എഴുതി, 8ന്റെ പകുതി 4, ഒന്ന് കുറച്ച് എഴുതുക. 1843. ഓക്കെയാണ്. 1843 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേൾഹ. ഈ സ്ഥലം ആലോചിക്കുക. വേൾഹ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വേൾഹ നമുക്കറിയാം ഗോവയുടെ ക്യാപിറ്റൽ ഏതാണ്? പനാജി. ഗോവയുടെ ക്യാപിറ്റൽ പനാജി. അപ് ടു 1843 1843 വരെ ഗോവയുടെ ക്യാപിറ്റൽ ആയിരുന്നു വേൾഹ. ഏതാണ്? 1843 വരെ. 1843 അപ് ടു 1843 1843 വരെ ഗോവയുടെ ക്യാപിറ്റൽ വേൾഹ. അതിനുശേഷമാണ് പനാജി ഗോവയുടെ ക്യാപിറ്റൽ. ഇപ്പം നിലവിൽ കാണുന്ന പനാജി ഗോവയുടെ ക്യാപിറ്റൽ ആവുന്നത്. അപ്പോൾ 1843 വരെ ഗോവയുടെ ക്യാപിറ്റലായിരുന്നു വേൾഹ. ഇപ്പോഴാണ് നമ്മൾ എന്താവുന്നത്? പനാജി ഗോവയുടെ ക്യാപിറ്റലായി നമ്മൾ കാണുന്നത്. പക്ഷേ 1843 വരെ എന്തായിരുന്നു? വേൾഹയും ഇപ്പോൾ പനാജിയും. അപ്പോൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളിവിടെ ലാസ്റ്റ് പറഞ്ഞു നിർത്തി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. കടമ്പ ഡൈനാസ്റ്റി, കടമ്പ സാമ്രാജ്യം കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ അവിടുത്തെ ട്രാൻസ്പോർട്ടിൻ്റെ പേരാണ് കടമ്പ ട്രാൻസ്പോർട്ട്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു നിർത്തി 2 വീലർ ടാക്സി സർവീസ് അറിയപ്പെടുന്ന പേര്, അല്ലെങ്കിൽ ഗോവ ഒബ്സർവ്ഡ് ഇൻ 2 വീലർ ടാക്സി സർവീസ്, അതിൻ്റെ പേരാണ് എന്ത്? പൈലറ്റ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അടുത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയ പ്രധാനപ്പെട്ട കാര്യം അച്ചടി മെഷീൻ അല്ലെങ്കിൽ അച്ചടിശാല, അച്ചടി യന്ത്രമൊക്കെ ആദ്യം നിലവിൽ വന്നത് 1556 എവിടെയാണ്? ഗോവയിലാണ് നിലവിൽ വന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ്. അടുത്തത് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? സാർസ് രോഗം. ഫസ്റ്റ് കേസ് ഓഫ് സാർസ്, ആദ്യത്തെ സാർസ് രോഗം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സാർസ് രോഗത്തിന് ശേഷം പറഞ്ഞു, ഏറ്റവും ലാസ്റ്റ് പറഞ്ഞു അപ് ടു 1843 1843 വരെ വേൾഹയായിരുന്നു ഗോവയുടെ ക്യാപിറ്റൽ സിറ്റി. 1843 ശേഷമാണ് ഇപ്പോൾ കാണുന്ന പനാജി ഗോവയുടെ ക്യാപിറ്റലായി മാറുന്നത്. ഇന്ത്യയുടെ ഒരു പ്രധാന സംസ്ഥാനമായ ഗോവയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എപ്പോഴും എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഗോവ. എപ്പോഴും എക്സാം ഹാളിൽ പോയിരിക്കുമ്പോഴേക്കും നമുക്ക് ഓർമ്മ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ആൻസറുമാണ് ഇന്നിവിടെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പരീക്ഷാ ഹാളിൽ പോയിരുന്ന് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്ത് നിങ്ങളെല്ലാം നല്ല ജോലിക്ക് കയറട്ടെ എന്ന് ആശംസിക്കുന്നു.